നമസ്കാരം, ആനന്ദ് ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ BS രാജേഷ്. പ്രധാന വാർത്തകളിലേക്ക്. വ്യാജ വാർത്തകളും കിംവദന്തികളും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി കടുപ്പിച്ച് UAE. കുറ്റക്കാർക്ക് UAE സൈബർ നിയമം അനുസരിച്ച് 2 വർഷം വരെ തടവും 2 ലക്ഷം ദിർഹം വരെ പിഴയുമെന്ന് അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നറിയിപ്പ്. UAE-യിൽ റോഡിൽ കുടുങ്ങുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാനും ഡ്രോണുകൾക്ക് നിരീക്ഷണത്തിനും പരിശോധനയ്ക്കുമായി പറന്നുയരാനും സംവിധാനമുള്ള മൊബൈൽ പോലീസ് സ്റ്റേഷനുകൾ വരുന്നു. UAE-യിലെ ആദ്യത്തെ പറക്കൻ ടാക്സിയുടെ പരീക്ഷണ പറക്കൽ അലൈനിൽ ജൂലൈയിൽ. പഞ്ചാബിലെ വാഗ അതിർത്തിയിലെ റിട്രീറ്റ് സെറമണികൾ വീണ്ടും ആരംഭിച്ചു. തീരുമാനം ഇരു രാജ്യങ്ങളും സൈനിക നടപടികൾ അവസാനിപ്പിക്കുകയും അതിർത്തി ശാന്തമാകുകയും ചെയ്തതിന് പിന്നാലെ. അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിനുള്ളിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിച്ചിരുന്നുവെന്ന റിപ്പോർട്ടുകൾ തള്ളി സൈന്യം. വാർത്തകൾ വിശദമായി. വ്യാജ വാർത്തകളും കിംവദന്തികളും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി കടുപ്പിച്ച് UAE. കുറ്റക്കാർക്ക് UAE സൈബർ നിയമം അനുസരിച്ച് 2 വർഷം വരെ തടവും 2 ലക്ഷം ദിർഹം വരെ പിഴയുമാണ് ശിക്ഷയെന്ന് അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകി. പത്ര, ദൃശ്യ, ശ്രവ്യ മാധ്യമങ്ങളിലോ ഓൺലൈനിലോ തെറ്റായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വാർത്ത പ്രചരിപ്പിക്കുന്നത് രാജ്യം ഇതിനകം തന്നെ നിരോധിച്ചിട്ടുണ്ട്. ജനങ്ങളെ പരിഭ്രാന്തരാക്കുന്നതും ദേശീയ താൽപര്യത്തിന് വിരുദ്ധമായതുമായ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നവർക്ക് കുറഞ്ഞത് 1 വർഷം തടവും 1 ലക്ഷം ദിർഹം പിഴയുമാണ് ശിക്ഷ. നിയമലംഘനം ആവർത്തിച്ചാൽ ശിക്ഷ ഇരട്ടിക്കും. UAE-യിൽ റോഡിൽ കുടുങ്ങുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാനും ഡ്രോണുകൾക്ക് നിരീക്ഷണത്തിനും പറന്നുയരാനുമായി സംവിധാനമുള്ള മൊബൈൽ പോലീസ് സ്റ്റേഷൻ ആരംഭിക്കുന്നു. പൂർണ്ണമായും പ്രാദേശികമായി നിർമ്മിച്ച ഈ വാഹനമാണ് സഞ്ചരിക്കുന്ന പോലീസ് സ്റ്റേഷനായി മാറ്റുക. ഒരിക്കൽ ചാർജ് ചെയ്താൽ 900 കിലോമീറ്റർ വരെ ഒരേ സമയം സഞ്ചരിക്കാൻ ശേഷിയുള്ള ഹൈബ്രിഡ് വാഹനം ഇന്ധനത്തിലും ബാറ്ററിയിലും പ്രവർത്തിക്കും. 2027 UAE നിർമ്മിത ഹൈബ്രിഡ് വാഹനങ്ങൾ പോലീസിൽ വ്യാപകമാക്കാനാണ് പദ്ധതി. UAE ആസ്ഥാനമുള്ള കിൻസുഗി ഹോൾഡിംഗിന്റെ അനുബന്ധ സ്ഥാപനമായ എനറോണാണ് വാഹനം പ്രാദേശികമായി നിർമ്മിച്ചത്. UAE-യിലെ ആദ്യത്തെ പറക്കൻ ടാക്സിയുടെ പരീക്ഷണ പറക്കൽ അലൈനിൽ ജൂലൈയിൽ ആരംഭിക്കും. വർഷാവസാനത്തോടെ സേവനം പൂർണ്ണതോതിൽ ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് പരീക്ഷണ പറക്കൽ. ഭൂമിയിൽ നിന്നും 500 മുതൽ 3000 കിലോമീറ്റർ വരെ ഉയരത്തിലാകും പറക്കുക. ഇതിനായി ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രത്യേക വ്യോമപാത ഒരുക്കിയെന്നും അംഗീകാരം ലഭിക്കാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണെന്നും പദ്ധതികൾക്ക് ചുക്കാൻ പിടിക്കുന്ന US ആസ്ഥാനമായുള്ള ആർച്ചർ ഏവിയേഷൻസിന്റെ CEO ആദം ഗോൾഡ്സ്റ്റീൻ പറഞ്ഞു. കാറിൽ 1.5 മണിക്കൂർ എടുക്കുന്ന യാത്രയ്ക്ക് ഫ്ലൈയിങ് ടാക്സിയിൽ 10 മുതൽ 20 മിനിറ്റ് വരെ മതി. നഗരത്തിനുള്ളിലെ സേവനത്തിന് കുറഞ്ഞത് 300 ദിർഹമാണ് നിരക്ക്. വീഡിയോ ഗെയിം രൂപകൽപ്പനയിൽ മധ്യപൂർവ്വ ദേശത്തെ ആദ്യത്തെ ബിരുദ കോഴ്സ് അബുദാബി യൂണിവേഴ്സിറ്റിയിൽ ഓഗസ്റ്റിൽ ആരംഭിക്കും. ബാച്ചിലർ ഓഫ് ആർട്സ് ഇൻ ഗെയിം ഡിസൈൻ ആരംഭിക്കുന്നത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ അബുദാബി സർവകലാശാലയും സാംസ്കാരിക ടൂറിസം വകുപ്പും ഒപ്പുവെച്ചു. ഫ്രാൻസിലും കാനഡയിലും ക്യാമ്പസുകൾക്കുള്ള വീഡിയോ ഗെയിം ഫോക്കസ് സ്കൂൾ ഒപ്പിട്ട ശേഷമായിരുന്നു പ്രഖ്യാപനം. പഠനത്തിനും പ്രായോഗിക പരിശീലനത്തിനും പുറമെ ഇന്റേൺഷിപ്പുകൾ, മെന്റർഷിപ്പുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ഈ കോഴ്സ്. അർഹരായവർക്ക് 6 വർഷത്തിനിടെ 140ഓളം സ്കോളർഷിപ്പുകളും ലഭിക്കും. ഇനി നാഷണൽ ന്യൂസ്. പഞ്ചാബിലെ വാഗ അതിർത്തിയിലെ റിട്രീറ്റ് സെറമണികൾ വീണ്ടും ആരംഭിച്ചു. ഇന്ത്യ-പാക് സംഘർഷം രൂക്ഷമായ ഘട്ടത്തിൽ ഈ മാസം 8-നാണ് ചടങ്ങുകൾ താൽക്കാലികമായി നിർത്തിവെച്ചത്. ഇരു രാജ്യങ്ങളും സൈനിക നടപടികൾ അവസാനിപ്പിക്കുകയും അതിർത്തി ശാന്തമാകുകയും ചെയ്തതോടെയാണ് 12 ദിവസങ്ങൾക്ക് ശേഷം ചടങ്ങുകൾ വീണ്ടും ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിലായിരുന്നു ആദ്യത്തെ റിട്രീറ്റ്. ഇന്നു മുതൽ പൊതുജനങ്ങൾക്ക് മുന്നിലും റിട്രീറ്റ് പരേഡ് നടക്കും. വഖഫ് മതേതര കാഴ്ചപ്പാടാണെന്ന് കേന്ദ്ര സർക്കാർ. ഭൂമിദാനം ചെയ്യൽ, മതപരമായി സമർപ്പിക്കൽ തുടങ്ങിയ നടപടികൾ എല്ലാ മതങ്ങളിലുമുണ്ട്. പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി നിയമത്തിൽ മുസ്ലിങ്ങളുടെ അനിവാര്യമായ ഒരു മതാചാരത്തിന്റെ ലംഘനമുണ്ടായിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. വഖഫ് ഭേദഗതി നിയമം വഖഫിന്റെ മതപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതല്ലെന്നും വഖഫ് സ്വത്തുക്കളുടെ ഭരണത്തിന്റെ മതേതര വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. വഖഫ് ഭേദഗതി നിയമം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിൽ വാദം കേൾക്കുന്ന സുപ്രീം കോടതി ബെഞ്ചിന് കൈമാറിയ കുറിപ്പിലാണ് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. സുപ്രീം കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് BR ഗവായിയെ സംസ്ഥാനത്തിന്റെ സ്ഥിരം അതിഥിയെ പ്രഖ്യാപിച്ച് മഹാരാഷ്ട്ര സർക്കാർ. ഇത് സംബന്ധിച്ച ഉത്തരവ് മഹാരാഷ്ട്ര പൊതുഭരണ വകുപ്പ് പുറത്തിറക്കി. ചീഫ് ജസ്റ്റിസ് ഗവായ് ഇനി മുതൽ മുംബൈ സന്ദർശിക്കുമ്പോൾ ചീഫ് സെക്രട്ടറിയും DGPയും ഹാജരാകണം, അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികൾ ഉണ്ടാകണമെന്നും പൊതുഭരണ വകുപ്പ് പുറത്തിറക്കിയ സർക്കുലർ പറയുന്നു. ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റ ശേഷം ജസ്റ്റിസ് ഗവായ് ആദ്യമായി സ്വന്തം സംസ്ഥാനമായ മഹാരാഷ്ട്രയിലെത്തിയപ്പോൾ പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായി എന്ന ആരോപണം ഉയർന്നിരുന്നു. അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിനുള്ളിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിച്ചിരുന്നുവെന്ന റിപ്പോർട്ടുകൾ തള്ളി ഇന്ത്യൻ സൈന്യം. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ ചെറുക്കുന്നതിനായി ക്ഷേത്രത്തിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിക്കാൻ ക്ഷേത്ര മാനേജ്മെന്റ് സൈന്യത്തിന് അനുമതി നൽകിയെന്നും തോക്കുകളടക്കം വിന്യസിച്ചതായും ചില മാധ്യമ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അമൃത്സറിലെ ശ്രീ ദർബാർ സാഹിബ് പരിസരത്ത് തോക്കുകളോ മറ്റേതെങ്കിലും വ്യോമ
പ്രതിരോധ സംവിധാനങ്ങളോ വിന്യസിച്ചിട്ടില്ലെന്ന് ഇന്ത്യൻ സൈന്യം ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇനി GCC ഇന്ത്യ നാണയവിനിമയ നിരക്ക്: സൗദി റിയാൽ 22.81 ഇന്ത്യൻ രൂപ, UAE ദിർഹം 23.29 ഇന്ത്യൻ രൂപ, കുവൈറ്റ് ദിനാർ 278.93 ഇന്ത്യൻ രൂപ, ഒമാനി റിയാൽ 222.24 ഇന്ത്യൻ രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്യാജ വാർത്തകളും കിംവദന്തികളും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി കടുപ്പിച്ച് UAE. കുറ്റക്കാർക്ക് UAE സൈബർ നിയമം അനുസരിച്ച് 2 വർഷം വരെ തടവും 2 ലക്ഷം ദിർഹം വരെ പിഴയുമെന്ന് അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നറിയിപ്പ്. UAE-യിൽ റോഡിൽ കുടുങ്ങുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാനും ഡ്രോണുകൾക്ക് നിരീക്ഷണത്തിനും പരിശോധനയ്ക്കുമായി പറന്നുയരാനും സംവിധാനമുള്ള മൊബൈൽ പോലീസ് സ്റ്റേഷനുകൾ വരുന്നു. UAE-യിലെ ആദ്യത്തെ പറക്കൻ ടാക്സിയുടെ പരീക്ഷണ പറക്കൽ അലൈനിൽ ജൂലൈയിൽ. പഞ്ചാബിലെ വാഗ അതിർത്തിയിലെ റിട്രീറ്റ് സെറമണികൾ വീണ്ടും ആരംഭിച്ചു. തീരുമാനം ഇരു രാജ്യങ്ങളും സൈനിക നടപടികൾ അവസാനിപ്പിക്കുകയും അതിർത്തി ശാന്തമാകുകയും ചെയ്തതിന് പിന്നാലെ. അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിനുള്ളിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിച്ചിരുന്നുവെന്ന റിപ്പോർട്ടുകൾ തള്ളി സൈന്യം. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.